ജിജൂസ് കിച്ചണിലേക്ക് വെൽക്കം എല്ലാവർക്കും. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മീൻ കറി വെക്കാന്ന് വെച്ചു. കിങ്ഫിഷ് ആണ്, നമ്മുടെ ഐക്കൂറ എന്നൊക്കെ പറയില്ല നാട്ടിൽ. അപ്പോൾ കിങ്ഫിഷ് ആണ്. അത് ഞാൻ നുറുക്കി ഇച്ചിരി ഇടവരായിരിക്കും നുറുക്കിയിട്ടൊക്കെയാണ് നിങ്ങളുടെ കാണിക്കാൻ പോണത്. നുറുക്കി ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടു. ഇനിയിപ്പോൾ അതിൽ ഇച്ചിരി മുളക് പൊടി ഇതൊക്കെയാണ്. പിന്നെ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസൊക്കെ കുടപ്പുളി, ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളി, പിന്നെ വേപ്പിൻ്റെ ഇല, പാലൊഴിച്ചിട്ടാണ് നമ്മൾ നോക്കണം മീൻ കറി. അപ്പോൾ ഇത് ഒന്നാം പാല്, കണ്ടോ, ഇതാണ് ഒന്നാം പാല്. ഇത് രണ്ടാം പാല്. പിന്നെ ഇച്ചിരി ഉലുവ, ഉപ്പ്, അല്പം കടുകും വേണം. വെളിച്ചെണ്ണ ഒഴിക്കണം. നമ്മൾ കടുക് പൊടിച്ചിട്ടാകുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അല്ല, അടിപൊളി മൺചട്ടിയിൽ അമേരിക്കയിൽ മീൻ കറി വയ്ക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇച്ചിരി മഞ്ഞപ്പൊടി അതിൽ ചേർത്തിട്ടുണ്ട്. ഒരല്പം മുളക് പൊടി. ഇത് കാശ്മീരി ചില്ലിയാണ്. പിന്നെ എരിവുള്ളത് പൊടി വേറെ ഉണ്ട്. ഒരു വേപ്പിൻ്റെ ഇല എടുക്കാൻ മതി. ഒരിട്ടൊന്ന് മുളക് തിരുമ്മി വെച്ചാലേ നമുക്ക് കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവും. ഉപ്പും മുളകും ഒക്കെ പിടിച്ച്. ഓക്കെ, ഇനി അവിടെ ഇരിക്കട്ടെ കുറച്ച് നേരം. തിരുമ്മി ഇട്ട് വെച്ചു. വെളിച്ചെണ്ണ ആഡ് ചെയ്തു. ഞാൻ ഇതിന് മൂക്കുമ്പോൾ ഇച്ചിരി 4 കടുകിടാണ്. അപ്പോൾ കടുക് പൊട്ടി തുടങ്ങി. അപ്പോൾ 4 മണി ഉള്ളിയും കൂടി ഇടുകയാണ്. അത് കഴിഞ്ഞാൽ കണ്ടോ, അത് മൂക്കിനോടുകൂടി തീ കുറച്ച് വയ്ക്കുന്ന മാക്സിമം അടങ്ങി വയ്ക്കും. ഇത് തേങ്ങാപ്പാൽ ഈ ഒന്നാം പാലോടെ മാറ്റി വെച്ചേക്കണം. നമ്മൾ രണ്ടാം പാല് ഒഴിക്കണം. അതിൽ ഒഴിച്ചു കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞു വെച്ച കുഞ്ഞുള്ളി, ചെറിയ ഉള്ളി ആഡ് ചെയ്തു. പച്ചമുളക് ആഡ് ചെയ്തു. ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ആഡ് ചെയ്തു. നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി നമ്മൾ ഇതിലിടാണ്. മഞ്ഞൾപ്പൊടി, അല്പം തീ കൂട്ടി വെച്ചു. ഒരല്പം മല്ലിപ്പൊടി, അധികമൊന്നുമില്ല, ഇല്ല, ഇത്രയേ ഉള്ളൂ. ഇട്ടു. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു. കുടപ്പുളി നമ്മൾ വെള്ളത്തിൽ കുതിർത്തിയിട്ടിട്ടായിരുന്നു. അവനൊന്ന് കഷ്ണങ്ങളായിട്ട് ചീകി ഇട്ട് കഴിഞ്ഞാൽ അത് ആ വെള്ളം ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്യണം. വേപ്പിൻ്റെ ഇല അതും ആഡ് ചെയ്യണം. കണ്ടോ, ഗ്രേവി ആദ്യം നമ്മൾ തിളപ്പിക്കണം. കണ്ടോ, ഉപ്പ് ഒക്കെ പാകണം നോക്കാം. അല്പം കൂടി ഉപ്പ് വേണം. അപ്പം നമ്മൾ ഒന്നാം പാല് അവിടെ മാറ്റി വെച്ചേക്കാണ്. ഇത് രണ്ടാം പാലും മറ്റുള്ള ചേർന്ന് പിഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കണം. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാം. നമ്മുടെ ഗ്രേവി തിള വന്നു കണ്ടോ, അടിപൊളിയായിട്ട് തിളച്ച്. നമുക്കതിൻ്റെ ഉപ്പും പുളിയൊക്കെ കറക്റ്റാണെന്ന് നോക്കാം. അടിപൊളി. ഇച്ചിരി ഉപ്പ് കുറവുണ്ട്.
അപ്പോൾ നമ്മൾ ഇനി അടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ മീൻ അതിലേക്ക് ഇടാൻ പോകണം. നമ്മുടെ കിങ് ഫിഷാണ് കേട്ടോ അത്. നമ്മൾ മീനിട്ടിട്ടൊന്ന് ഉടയാത്ത പോലെ അവനെ ഒന്ന് ഷേക്ക് ചെയ്തിട്ടാലേ ഓക്കെ. മീൻകറി തിളവന്നു. ആ തിളക്കുമ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇച്ചിരി ചാറ് കൂടുതൽ, എനിക്ക് ചാറ് കൂടുതലുള്ളതാണ് ഇഷ്ടം. ഒത്തിരി കട്ടിയിൽ വെക്കുന്നതിനേക്കാൾ അതിങ്ങനെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വയ്ക്കുമ്പോൾ ഇച്ചിരി ചാറിൽ വെച്ചാലാണ് എനിക്ക് താല്പര്യം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം കുറച്ച് വെക്കാം കേട്ടോ. അപ്പം നിങ്ങളുടെ ഇഷ്ടമാണ്. വെക്കുന്ന കൂട്ടും കാര്യങ്ങളും വെക്കുന്ന സ്റ്റൈലും കാണിച്ചു തരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ അല്ലേ? മീൻ ചാറ് വെച്ചിട്ട് നമുക്ക് ചോറണം, അടിപൊളിയായിട്ട് ആവട്ടെ. നമ്മുടെ മീൻ കറി നല്ല തിള വന്നു, നല്ല തിളച്ചു. കഷ്ണങ്ങളൊക്കെ കണ്ട ഒന്നും ഉടഞ്ഞിട്ടില്ല, അടിപൊളിയായിട്ട് കിടപ്പുണ്ട്. ഉണ്ടോ കഷ്ണങ്ങളൊക്കെ ഉണ്ടോ? ഉടയാൻ പാടില്ല. ഉടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മീൻ കറിക്കൊരു ഭംഗിയില്ല. അപ്പോൾ ഇനി തിള വന്നു. അപ്പോൾ ഇനി നമ്മളിത് ഒന്നാം പാല് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ലാസ്റ്റ് ചേർക്കണം. ഒന്നാം അങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ അവിടെ. അപ്പോൾ വേണ്ട ഗ്രേവി നല്ല സൂപ്പർ ഗ്രേവി അല്ലേ. ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ കറി നമ്മളിങ്ങോട്ട് ഇറക്കി വയ്ക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളി കാച്ചു. ഓക്കെ, നമ്മൾ ഒന്നാം പാലൊഴിച്ചു. ഇതേ കറി തിള വന്നു. വന്നപ്പോൾ തീ ഒന്ന് കുറച്ച് വയ്ക്കാം. തീ കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒന്നെങ്കിലും എടുത്തിട്ട്, നല്ല ചൂടാണ്, കത്തി നല്ല കഴുത്തിട്ട് നമ്മൾ അവനങ്ങനെ ഇറക്കി വയ്ക്കാൻ പോകും. ഇറക്കി വയ്ക്കട്ടെ. ഇനി നമുക്ക് ഉള്ളി കാച്ചുള്ള ചട്ടി നമ്മൾ വെച്ചു. അപ്പോൾ നമ്മൾ ഉള്ളി കാച്ചാൻ പോകണം. ഉള്ളി ആയിട്ടുണ്ട്, ഇത് വെളിച്ചെണ്ണ കാഞ്ഞു. അപ്പോൾ നമ്മൾ ഉള്ളി ഇടുകയാണ്. ഇപ്പോൾ നമ്മൾ ഉള്ളി കാച്ചിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളി കാച്ചി ഇതേ ടേസ്റ്റ് നോക്കാനുള്ള ഗടികൾ ഇതേ വരുന്നുണ്ടോ? ഗടികൾ വരുന്നുണ്ട്. അപ്പോൾ ഉള്ളി കാച്ചി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നോക്കണ ടെസ്റ്റർമാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ എന്നാ ആയി. നമ്മളിത് ഉള്ളി കാച്ചൽ പരിപാടി. രണ്ട് വേപ്പിൻ്റെ ഇല ഞാൻ അതിലിടാറില്ല. ഇതിലങ്ങ് പൊട്ടിച്ചിട്ടാ എൻ്റെ അടിപൊളി. ബാബു മീൻകറി ടേസ്റ്റ് നോക്കി എങ്ങനെയുണ്ടെന്ന്? സൂപ്പറായിട്ട് അടിപൊളിയാണ്. അതിൻ്റെ ചാറും ഗ്രേവിയൊക്കെ അടിപൊളിയായി തന്നു. കിടിലൻ ആണ് കേട്ടോ. അപ്പൊ നിങ്ങളെല്ലാരും കൂടി വെച്ച് നോക്കില്ലേ? എല്ലാരും വെച്ച് നോക്കണം. കറി വെച്ച് നോക്കി അതിന്റെ ടേസ്റ്റ് അറിഞ്ഞതിന് ശേഷം എനിക്ക് ലൈക്ക് ചെയ്യുക. കുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പറയുക, ഷെയർ ചെയ്യുക. ഓക്കെ, വീണ്ടും കാണാം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.